അങ്ങനെ ഉറക്കൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോഴിതാ റൂമിന് ഡാർക്ക് മോഡ്. ഞാൻ വിളിച്ചു ഞാൻ ഉറങ്ങി കഴിക്കുമ്പോഴേക്ക് എന്ത് സംഭവിച്ചു? സമയം 5 മണിയല്ലേ ആയിട്ടുള്ളൂ. കട്ടൻ മാറ്റി ജനൽ തുറന്ന് നോക്കുമ്പോൾ ഇതാ നല്ല മഴയും കൂളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനൊന്നും അറിഞ്ഞില്ല. മഴയൊക്കെ തോർന്നു കേട്ടോ. ഹസ്ബൻഡ് പറഞ്ഞാൽ നല്ല മഴയായിരുന്നു, ഇടിപൊട്ടി. നീ വല്ലതും അറിഞ്ഞോ? ഞാനൊന്നും അറിഞ്ഞില്ല. ദൈവം പണിക്ക് പോകുന്നതും ഞാൻ അറിഞ്ഞില്ലായിരുന്നു കേട്ടോ. അവരങ്ങനെ പണിക്ക് പോയി. ഹസ്ബൻഡ് പോകുമ്പോൾ ഇങ്ങനെ വായി നോക്കുന്ന എത്ര ഭാര്യമാരുണ്ട്. പൂമ്പൊക്കെ ഫാദിക്ക് സ്നേഹം വിടർത്തുന്ന പൂതിങ്ങളാകുന്ന ഭാര്യ എന്താണല്ലോ, ആ ഭാര്യയാണ് ഞാൻ. ആ ഭാര്യേൻ്റെ മോനാണ് ഇത് കിടന്നുറങ്ങുന്നത്. അപ്പോഴാണ് ടെക്സ്റ്റ് മെസ്സേജ് കാണുന്നത്. അടുത്ത 3 മണിക്കൂറിൽ കണ്ണൂർ ജില്ലയിലും ഇടിമിന്നലോട് കൂടിയ ശക്തിയായ കാറ്റും മഴയൊക്കെ ഉണ്ടായത്. ആ മഴയും കാറ്റും എല്ലാം നമുക്കും കിട്ടീന് കേട്ടോ. ബാൽക്കണി തുറന്നപ്പോഴാണ് അത്യാവശ്യം ചാറ്റ മഴ ഞാനും ആസ്വദിച്ചു. വാഴയൊക്കെ നല്ലതുപോലെ നനഞ്ഞു കേട്ടോ. അപ്പം നല്ല മഴയാണ് പെയ്തത്. ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, പോത്തുപോലെ ഉറങ്ങി. അങ്ങനെ പ്രകൃതി ഭംഗിയിൽ ആസ്വദിക്കണം. അപ്പോഴേക്കും പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ അടുത്തവൻ വന്ന് എൻ്റെ മോൻ എഴുന്നേറ്റിരിക്കുന്നു. നല്ല മൂടായതുകൊണ്ട് ഉമ്മയാണ് തന്നത് കേട്ടോ, അല്ലെങ്കിൽ നാഗവല്ലി മൂടായിരിക്കും. അങ്ങനെ അവൻ്റെ അച്ഛൻ വന്നായിരുന്നു സൈക്കിളും കൊണ്ട്. ഇന്നലെ സൈക്കിൾ റിപ്പയർ ചെയ്യാൻ കൊടുത്തതാണ്. അത് കൊടുത്തിട്ടാണ് അച്ഛൻ വന്നത്. അച്ഛൻ മോനെ ഹാപ്പിയാക്കി. അച്ഛനങ്ങ് പോയി. ടാറ്റ അച്ഛ. അങ്ങനെ ഇന്ന് കറി വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അയില വെട്ടി കറിയാക്കി ഫ്രൈ ആക്കി. ഇനി ഞഞ്ഞം കഴിക്കുക വേണ്ടു. ചോറ് ഓൾറെഡി ഉച്ചയ്ക്ക് വെച്ചായിരുന്നു, കറി വെച്ചില്ല. നമ്മൾ പാർസൽ വാങ്ങുകയും ചെയ്തത്. എനിക്ക് ആയിട്ട് വേണം ഞഞ്ഞം കഴിക്കാൻ. അങ്ങനെ കറിയും ഫ്രൈ ഒക്കെ ആയി. പിന്നെയാണ് ന്യൂസ് കാണുന്നത്. ആകാശത്തിൽ നിന്ന് 2005 അവസാന സൂപ്പർ മൂൺ കാണാൻ പറ്റുന്നു. അവനാണ് ഇവൻ.